ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് 60,000 രൂപയുടെ ബഡ്ജറ്റിൽ നമുക്കൊരു ഫുൾ പി സി സെറ്റപ്പാണ്. അപ്പോൾ 60,000 രൂപയുടെ ബഡ്ജറ്റ് ഒരു ഫുൾ പി സി സെറ്റപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഹൈ എൻഡ് പി സി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കിടിലം പി സി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്കിതിനകത്ത് മോണിറ്റർ ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ തന്നെ കീബോർഡ് മറ്റ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 60,000 രൂപ എങ്ങനെ പോയാലും നിറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും 60,000 രൂപയ്ക്ക് പറ്റുന്നത്, അതായത് ഗെയിമിങ്ങും സ്ട്രീമിങ് എഡിറ്റിംഗ് ഒക്കെ പറ്റുന്ന ഒരു പി സി, ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി കൂടി നോക്കിയിട്ടുള്ള ഒരു പി സി ബിൽഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് റൈസൺ ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്റൽ ബിൽഡ് ചെയ്യുന്നത് വെറുത്തല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ബിൽഡ് ചെയ്യാം, പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റൈസൺ ബിൽഡ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സർ ഏതാണെന്ന് നോക്കാം. റൈസൺ 5 എന്ന് പറയുന്ന ഒരു 6 കോർ 12 ത്രെഡ് പ്രോസസ്സറാണ്. ഇതിനകത്ത് നമുക്ക് 3.60 GHz ബേസ് ഫ്രീക്വൻസി വരുന്നുണ്ട്, 4.20 GHz ടെർബോ ഫ്രീക്വൻസി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹാൻഡിൽ ചെയ്യാൻ, അതായത് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഈ ഒരു പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യും. ഇതിൻ്റെ കമ്പാരിസൺ ഇന്റലുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റലിലെ i5-11400 എന്ന് പറയുന്ന പ്രോസസ്സറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഏകദേശം അതിനേക്കാൾ ചില ഏരിയയിലൊക്കെ അതിനേക്കാളും പെർഫോം ചെയ്യും, ചില ഏരിയയിലൊക്കെ അതിനേക്കാൾ കുറവായിരിക്കും പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഗെയിമിങ്ങിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ നല്ല ഒരു പ്രോസസ്സർ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു എയർ കൂളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂളർ മാസ്റ്ററിൻ്റെ ഹൈപ്പർ T20 എന്ന് പറയുന്ന ഒരു എയർ കൂളർ കൂടി നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ കൂളിംഗ് കിട്ടുന്നതായിരിക്കും. അടുത്തത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗാലക്സിൻ്റെ B550M എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 2 റാം സ്ലോട്ടേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റ് കിട്ടാവുന്ന ഒരു B550 മദർ ബോർഡ് തന്നെയാണിത്. ഇതിനകത്ത് 2 റാം സ്ലോട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് 65 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു B550 സീരീസിൽ വരുന്ന 4 റാം സ്ലോട്ട് വരുന്ന മദർ ബോർഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ 60,000 രൂപയുടെ ബഡ്ജറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലക്സിൻ്റെ B550 മദർ ബോർഡിൽ നിർത്തേണ്ടി വരും. അടുത്തതിനകത്ത് റാം ഇൻക്ലൂഡ് ചെയ്തേക്കെന്ന് പറയുന്നത് കോർസെയർ വെഞ്ചൻസിൻ്റെ 16 GB സിംഗിൾ സ്റ്റിക്ക് 3200 MHz റാം ആണ്. അപ്പോൾ എന്തുകൊണ്ട് സിംഗിൾ സ്റ്റിക്ക് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 റാം സ്ലോട്ട് വരുന്ന മദർ ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റാം സ്ലോട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒരു റാം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ 16 GB റാം സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 250 GB ക്രൂഷ്യൽ P20 എന്ന് പറയുന്ന ഒരു M.2 NVMe ആണ്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2400-ഉം 1900 ആണ് ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ 250 GB നമുക്ക് എന്തായാലും സഫീഷ്യൻ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു 1 TB ഹാർഡ് ഡിസ്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഈ 2 കാര്യത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അടുത്തത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 550 വാട്ടിൻ്റെ പവർ സപ്ലൈ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് GTX 1660 സൂപ്പർ 2060 അതുപോലെ തന്നെ 3060 നിങ്ങൾക്ക് 550 വാട്ടിൻ്റെ പവർ സപ്ലൈയിൽ ഓടുന്നതായിരിക്കും. നിങ്ങൾ അതിന് മുകളിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3060 Tiയോ അല്ലെങ്കിൽ ഒരു 3070യോ അങ്ങനെയൊക്കെ ഉള്ള അപ്ഗ്രേഡ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 650 വാട്ടിൻ്റെ പവർ സപ്ലൈ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. അടുത്ത നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ICE 130 AG എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റാണ്. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് ഒരു റെയർ ഫാൻ വരുന്നുണ്ട്. RGB ഒന്നുമല്ല, നമുക്ക് ഇതിനകത്ത് ടോട്ടൽ 8 ഫാൻസ് വരെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ടെമ്പേർഡ് ഗ്ലാസ് വരുന്ന RGB ക്യാബിനറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉള്ള ഒരു ക്യാബിനറ്റ് തന്നെയാണ് ബഡ്ജറ്റിൽ നിന്ന് നോക്കുമ്പോൾ. ഫൈനലി ഈ ഒരു പി സിക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIAയുടെ GTX 1650 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എത്തേണ്ട പ്രൈസിൽ എത്തിയിട്ടില്ല, പക്ഷേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ എത്തേണ്ട പ്രൈസിൽ എത്തിയിട്ടില്ല. കാര്യം 1650 ഒക്കെ ഞാൻ മേടിച്ച സമയത്ത് 15,000 രൂപയായിരുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വിലയെന്ന് പറയുന്നത് 13,000 രൂപ ആ ഒരു റേഞ്ച് ആയിരുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ റേഞ്ച് 18,000 രൂപയിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഇനി കുറഞ്ഞ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 1650 മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങളൊരു 3060 അല്ലെങ്കിൽ 2060 അങ്ങനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. 1650 മോശമായ പെർഫോമൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിങ്ങും സ്ട്രീമിങ് അതുപോലെ റോൾ പ്ലേ ഒക്കെ കളിക്കാൻ വേണ്ടി ഈ ഒരു പി സി ധാരാളം തന്നെയാണ്. അതുപോലെ തന്നെ 16 GB റാം വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 32 GB വരെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ CPU വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് കൂളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5600Xലോട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഒരു 30-35% കൂടെ പെർഫോമൻസ് കൂടുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഒരു 60K ബഡ്ജറ്റിൽ നമുക്ക്
ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു പി സി. അടുത്ത നമ്മൾ മോണിറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ഓപ്ഷൻസാണ് ഞാൻ പറയുന്നത്. ഒന്ന് AOCയുടെ കെർവ് 24 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. ഇതിൽ 75 ഹെർട്സ് റീഫ്രഷ് റേറ്റാണ് വരുന്നത്. അപ്പോൾ പൊതുവേ കുറച്ച് പേർക്ക് കെർവ് ഇഷ്ടമായിരിക്കും, കുറച്ച് പേർക്ക് കെർവ് ഇഷ്ടമല്ല എന്ന് ഉള്ളവരുണ്ട്. IPS പാനൽ മോണിറ്റേഴ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ IPS പാനൽ മോണിറ്റേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് LGയുടെ IPS പാനൽ വരുന്ന മോട്ടറുണ്ട്. അതും ഒരു 9000 to 10000 ആ റേഞ്ചിൽ വരുന്ന മോട്ടറുണ്ട്. 75 ഹെർട്സ് തന്നെയാണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്. അപ്പോൾ കെർവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെർവ് ചിലരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. രണ്ടിൻ്റെയും പെർഫോമൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പക്ഷേ IPS പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂയിങ് ആംഗിൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ലുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ VA പാനലിലെ വ്യൂയിങ് ആംഗിൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല. നിങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യൂയിങ് ആംഗിൾ കിട്ടത്തില്ല. സ്ട്രെയിറ്റ് ഇരുന്ന് യൂസ് ചെയ്യാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 2 മോണിറ്റർ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത കീബോർഡ് ആൻഡ് മൗസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഗിയറിൻ്റെ ഒരു കോംബോ നോക്കാം. നല്ലൊരു കോംബോ തന്നെയാണ് ഇത്, ഈ ഒരു കീബോർഡ് ആൻഡ് മൗസ് വരുന്നത്. ആഫ്റ്റർ ഓൾ കീബോർഡ് ആൻഡ് മൗസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഞാനത് ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരത്തേക്കും ടാറ്റ.